നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ ചൂടേറിയ ചർച്ചാ വിഷയമാകുന്നു. സർക്കാരിന്റെ നിലപാട് നിർണായകമാണ്. ശബരിമല സ്ത്രീ പ്രവേശനം സങ്കീർണമായ ഭരണഘടനാ പ്രശ്നമെന്ന് സർക്കാർ പറയുമ്പോഴും യെസ് ഓർ നോ മറുപടി എന്തായാലും സുപ്രീം കോടതിയെ അറിയിച്ചേ മതിയാകൂ. വിഷയത്തിൽ ഒരുപാട് ഉരുണ്ട സർക്കാരും പാർട്ടിയും ഇനിയും ഉരുളേണ്ടി വരും. വിധിക്കൊപ്പം നിന്നും ആചാരലംഘനം നടത്തി വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ച സർക്കാർ തിരിച്ചടികളിൽ ഭയന്ന് അയ്യപ്പ സംഗമം നടത്തി. കോടതി കേസ് പരിഗണിക്കുമ്പോൾ അതേ സർക്കാരിന്റെ നിലപാട് എന്താകും എന്നതാണ് ആകാംക്ഷ. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഹർജികൾ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. ഏപ്രിൽ 7 മുതൽ 22 വരെ തുടർച്ചയായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും 3 ദിവസം വീതം വാദിക്കാം. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എല്ലാ കക്ഷികളും മാർച്ച് 14 മുൻപ് നിലപാട് എഴുതി നൽകണമെന്ന് കോടതി. ശബരിമല യുവതീ പ്രവേശനത്തിൽ ജാഗ്രതയോടെ നീങ്ങാൻ സംസ്ഥാന സർക്കാർ. നിലപാട് അറിയിക്കാൻ സമയമുണ്ടെന്ന് ആവർത്തിച്ച് മന്ത്രി പി രാജീവ്. വിശ്വാസം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് തങ്ങളെന്നും മന്ത്രി. സർക്കാർ എതിർക്കണമെന്ന് ജി സുകുമാരൻ നായർ. തിരുത്തേണ്ടത് തിരുത്തണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നിലപാട് മാറ്റുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് പലരെയും ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചതെന്ന് വി ഡി സതീശൻ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ എന്തും ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയെ ഇ ഡി ചോദ്യം ചെയ്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ നീക്കം. മൊഴി നൽകാൻ നടൻ ജയറാം നാളെ ഹാജരായേക്കും. ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ മാത്രമേ ശബരിമല വിഷയം അവസാനിക്കുകയുള്ളൂവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രമുഖരെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നീക്കം. നടൻ പ്രേംകുമാർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. എ സുരേഷ് മലമ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ചേക്കും. നടൻ ജയൻ ചേർത്തലയുമായും ചർച്ച നടത്തി. മത്സരിച്ച് തോൽക്കുന്നവരെ മറ്റു പദവികളിലേക്ക് പരിഗണിക്കില്ലെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസിനെതിരായ വിമർശനം തുടർന്ന മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ. കമ്മ്യൂണിസ്റ്റുകാരെ വെറുക്കുന്നതിനേക്കാൾ പരസ്പരം വെറുക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് വിമർശനം. പിണറായി സർക്കാരിന് വീണ്ടും പുകഴ്ത്തൽ. പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ഇടത് നേതാക്കൾ. നിലപാട് തള്ളി UDF നേതാക്കൾ. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാർ സമരത്തിൽ. OP സേവനം സ്തംഭിച്ചു. രോഗികൾ ദുരിതത്തിൽ. വ്യാഴാഴ്ച മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ചെയ്യില്ല. സർക്കാർ വാക്കു പാലിച്ചില്ലെന്ന് KGMCTA. കർണാടകയിലെ ഹംപിയിൽ വിദേശ വനിതയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പ്രതികൾക്കും വധശിക്ഷ. പ്രതികൾ ബലാത്സംഗം ചെയ്തതൊപ്പമുണ്ടായിരുന്ന അമേരിക്കൻ സഞ്ചാരിയെ കൊലപ്പെടുത്തിയ ശേഷം ശിക്ഷ വിധിച്ചത് ഗംഗാവതി കോടതി. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ശ്രീലങ്കയ്ക്ക് 182 റൺസ് വിജയലക്ഷ്യം. ഇറ്റലിക്കെതിരെ ഇംഗ്ലണ്ടിനും UAEക്കെതിരെ അഫ്ഗാനിസ്ഥാനും ജയം. പശ്ചിമേഷ്യയിൽ സേനാ വിന്യാസം ശക്തമാക്കി അമേരിക്ക. കടലിൽ സൈനിക അഭ്യാസവുമായി ഇറാൻ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഇറാൻ ഉടൻ ചർച്ച നടത്തും. ഗാസയിലും ലബനൻ സിറിയ അതിർത്തിയിലും ഇസ്രായേൽ വ്യോമാക്രമണം. 12 മരണം. സ്റ്റോറി ഓഫ് ദി ഡേ. ഒരുമയുടെ വിശ്വാസവഴി. വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിർണായക നീക്കവുമായി സുപ്രീം കോടതി. പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ഏപ്രിൽ 7 മുതൽ 9 അംഗ വിശാല ബെഞ്ച് വിശദമായ വാദം കേൾക്കും. ഏപ്രിൽ 22ഓടെ വാദം പൂർത്തിയാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. മാർച്ച് 14 മുൻപ് സംസ്ഥാന സർക്കാർ അടക്കം എല്ലാ കക്ഷികളും നിലപാട് എഴുതി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. മുതിർന്ന അഭിഭാഷകൻ K പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായും നിർദ്ദേശിച്ചു. എന്നാൽ പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്രം പിന്തുണച്ചു. ഇതുവരെ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തിരുന്നുവെന്നും മാത്രമാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്.
സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്ന 2018 വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67 ഹർജികളാണുള്ളത്. മാർച്ച് 14 മുമ്പ് എല്ലാ കക്ഷികളും നിലപാട് എഴുതി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 9 അംഗ ബെഞ്ചിലെ അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് പിന്നീട് പ്രഖ്യാപിക്കും. 9 അംഗ ബെഞ്ച് ഏപ്രിൽ 7 വാദം തുടങ്ങും. ഏപ്രിൽ 7 മുതൽ 9 വരെ പുനഃപരിശോധനാ ഹർജിക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെയും വാദം കേൾക്കും. 14 മുതൽ 16 വരെ എതിർക്കുന്നവരുടെ വാദവും കേൾക്കും. ഏപ്രിൽ 21 അധിക വാദമുണ്ടെങ്കിൽ സമർപ്പിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അമിക്കസ് ക്യൂറിയായ കെ പരമേശ്വരന് 21 വാദങ്ങൾ ഉന്നയിക്കാം. 9 അംഗ ബെഞ്ചിന്റെ വിധിക്ക് ശേഷം 5 അംഗ ബെഞ്ച് ഹർജികൾ പരിഗണിച്ച് അന്തിമ വിധി പുറപ്പെടുവിക്കും. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുനഃപരിശോധനാ ഹർജികളെ സംസ്ഥാന സർക്കാർ ഇതുവരെ എതിർക്കുകയായിരുന്നുവെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയെ അറിയിച്ചു. തന്ത്രിയുടെ അഭിഭാഷകൻ കൃഷ്ണകുമാർ സിംഗ് ആയിരിക്കും ഹർജിക്കാരുടെ നോഡൽ അഭിഭാഷകൻ. മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, ഷിയ മുസ്ലിങ്ങളിലെ ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളിലെ ചേലാകർമ്മം തുടങ്ങിയവയിലെ പൊതു നിയമ പ്രശ്നങ്ങളാണ് 9 അംഗ ബെഞ്ച് പരിഗണിക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? മാർച്ച് 14 മുൻപ് നിലപാട് അറിയിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ ജാഗ്രതയോടെ നീങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അതീവ നിർണായക വിഷയത്തിൽ 1 മാസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കുക എന്നത് സർക്കാരിനുണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. വിശ്വാസികൾക്കൊപ്പമാണെന്ന് ആവർത്തിക്കുമ്പോഴും സത്യവാങ്മൂലത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിൽ ഇപ്പോഴും സർക്കാരിന് വ്യക്തത വരുത്താൻ കഴിയുന്നുമില്ല. ഒരിക്കൽ കൈപ്പൊള്ളിയ വിഷയത്തിൽ കരുതലോടെ നീങ്ങുമ്പോഴാണ് സർക്കാരിനുമേൽ ഇടുത്തി പോലെ യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജി വരുന്നത്. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തി വിശ്വാസികൾക്കൊപ്പമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും അപ്രതീക്ഷിത ആഘാതമായി മാറുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ ഹർജി. അപ്പോഴും സത്യവാങ്മൂലത്തിലെ നിലപാട് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്ന് കരുതി ആശ്വസിച്ചിരിക്കുകയായിരുന്നു സർക്കാർ. എന്നാൽ മാർച്ച് 14 മുമ്പ് തന്നെ നിലപാട് വ്യക്തമാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം സർക്കാരിനും പാർട്ടിക്കും ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന സർക്കാർ ജാഗ്രതയോടെയാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് പോലും. സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. യുവതീ പ്രവേശനമാകാമെന്ന സത്യവാങ്മൂലത്തിലെ മുൻ നിലപാട് തിരുത്തണമെന്ന NSSും SNDPയും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവധാനതയോടെ ഇടപെടുക എന്നത് സർക്കാരിന് ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇടതു സർക്കാരിനെ ആശ്ലേഷിച്ച് ഒപ്പം നിർത്തുന്ന NSSനെയും SNDPയെയും മറികടന്ന് മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMന് ചിന്തിക്കാനാകില്ല. പടുത്തുയർത്തിയ നവോത്ഥാന മതിലുകൾ ചവിട്ടിമാറ്റി നിലനിൽപ്പ് രാഷ്ട്രീയത്തിനൊപ്പം അണിചേരാൻ CPM നിർബന്ധിതരാകുമോ? ഈ സമ്മർദ്ദം തന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകുന്ന സർക്കാരും CPMും മാർച്ച് 14 സുപ്രീം കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശനത്തിൽ NSS നിലപാടിൽ മാറ്റമില്ലെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. യുവതീ പ്രവേശനം സർക്കാർ എതിർക്കണം. ആചാര സംരക്ഷണത്തിനായി സർക്കാർ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല വിധി നിരാശാജനകമായിരുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു. വിധിയെ അനുകൂലിച്ച പലരും ഇന്ന് എതിർക്കുന്നു. ജനവികാരം മനസ്സിലാക്കി സർക്കാർ നിലപാട് തിരുത്തി ഇനി എന്തു ചെയ്യണമെന്ന് സർക്കാർ തന്നെ തീരുമാനിക്കട്ടെയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പ്രതികരണങ്ങൾ നോക്കാം. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഗവൺമെന്റ് തന്നെ പഴയ സ്ഥിതിയിൽ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നത് കൊണ്ട് ഞങ്ങളതൊരു പ്രതീക്ഷയുണ്ട് അവരിൽ. ആ വിധി ഉണ്ടായ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, വിധി നിരാശാജനകം. ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്
അങ്ങേയറ്റം ദുഃഖിക്കുന്നു. കേരള ഗവൺമെന്റ് എന്ത് പറയും, ബാക്കിയുള്ളവർ എന്ത് പറയുന്നു? ഈ വിധി വന്നപ്പോൾ അനുകൂലിച്ച പല ആളുകളുമാണ് ഇപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നു എന്നുള്ള സത്യം കൂടെ നമ്മൾ ഓർക്കണം. ശബരിമല യുവതീ പ്രവേശനത്തിൽ വിവിധ അഭിപ്രായങ്ങളും നിലപാടുകളുമാണ് ഉയർന്നുവരുന്നത്. സമയം വരുമ്പോൾ നിലപാട് വ്യക്തമാക്കാമെന്നാണ് CPM പറയുന്നത്. നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ U-ടേൺ എടുക്കുമെന്ന് BJPയും വ്യക്തമാക്കുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിൽ ധൃതി പിടിച്ച് നിലപാടെടുക്കേണ്ടെന്നാണ് CPM നിലപാട്. സർക്കാർ എടുക്കുന്നതെല്ലാം പാർട്ടിയുടെ നിലപാട് ആവണമെന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് നിലപാടെടുക്കേണ്ട സമയമായിട്ടില്ല. നിലപാടെടുക്കുമ്പോഴേ പറയേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ കോടതി തന്നെ ആയിട്ടില്ല നിലപാട്. കോടതിന്റെ മുമ്പ് പറയുന്നത് എന്താണ് എന്ന് പറയാൻ അതെല്ലാം ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരട്ടെ. ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. അല്ല, അത് ഉടനെ തന്നെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളും. നിയമവകുപ്പ് മന്ത്രി അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉടനെ തന്നെ അതിലൊരു വിഷയം എടുത്തു വരും. ഈ വിശ്വാസികളെ പരിഗണിക്കേണ്ടതിന് അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് നിലപാട് സ്വീകരിച്ചു വരും. എന്നാൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സത്യവാങ്മൂലം തിരുത്തിയില്ലെങ്കിൽ സർക്കാർ പറഞ്ഞതിലെ കാപട്യം പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ U-ടേൺ എടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ U-ടേണും ഇനി അടുത്ത U-ടേൺ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് U-ടേൺ ചെയ്യും. ഇലക്ഷനാണ്, അവർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ ഉൾപ്പെട്ട ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയെ ED ചോദ്യം ചെയ്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED നീക്കം തുടങ്ങിയിട്ടുണ്ട്. മൊഴി നൽകാൻ നടൻ ജയറാം നാളെ ഹാജരായേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുരാരി ബാബുവിനും ശ്രീകുമാറിനും പിന്നാലെയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ബോർഡ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ജയശ്രീ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. കൂട്ടുപ്രതികളിൽ നിന്നും മറ്റ് ആരോപണ വിധേയരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയാൽ മതിയെന്നാണ് ED ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കേസിൽ മൊഴിയെടുക്കലിന്റെ ഭാഗമായി നടൻ ജയറാം അടുത്ത ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. അതിനിടെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് നഷ്ടമായത് 1 കിലോ 700 ഗ്രാം സ്വർണ്ണമാണെന്ന് SIT പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. VSSCയുടെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് സംബന്ധിച്ച നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. നാഷണൽ ലാബിലെ പരിശോധനാ ഫലം കൂടി വന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക. അമൃത ന്യൂസ്, കൊച്ചി. ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ മാത്രമേ ശബരിമല വിഷയം അവസാനിക്കൂവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെ പിടികൂടണമെന്ന് മുഖ്യമന്ത്രിക്ക് ആഗ്രഹമില്ല. അങ്ങനെയുണ്ടായിരുന്നുവെങ്കിൽ കേസ് CBIക്ക് കൈമാറിയേനെയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അവസാനിക്കണമെങ്കിൽ ദേവസ്വം മന്ത്രി ജയിലിൽ പോകണം. കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് മുഖ്യമന്ത്രിക്ക് താൽപര്യമില്ലെന്നും മുഖ്യമന്ത്രിക്ക് താൽപര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കേസ് CBI അന്വേഷണത്തിന് വിട്ടേനെ. 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെട്ട കേസ് SIT അന്വേഷിച്ചതുകൊണ്ട് മാത്രം തെളിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു പുണ്യ അമ്പലത്തിൽ പോയി 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഞങ്ങളൊരു വീഴ്ചയായിട്ട് കാണുന്നില്ല. സാധാരണ മലയാളി അങ്ങനെ കാണുന്നില്ല. ഇത് കഴിഞ്ഞു തന്നെ പറഞ്ഞ് നടക്കുന്ന MV ഗോവിന്ദൻ മാഷോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കഴിയുന്ന എപ്പോഴറിയോ? ജയിലിൽ പോകുമ്പോൾ, ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ ദേവസ്വം മന്ത്രിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ വോട്ട് നേടുന്നത്? 1-2 സീറ്റിൽ ജയിക്കാനല്ല, ഭരണത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് NDA ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സീറ്റ് വിഭജനത്തിൽ തർക്കമില്ല. തർക്കം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. ഞങ്ങളാരും ഇതൊരു തർക്കം പറയുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഉണ്ടായിട്ടില്ല. എല്ലാം
നിങ്ങൾ കണ്ടെത്തുന്നു, നിങ്ങൾ തന്നെ പറയുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ആവശ്യകാര്യങ്ങളെ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് പറയുന്നുണ്ട്, അത് കിട്ടുന്നു ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇത് മാധ്യമങ്ങൾ തന്നെ, ചില പ്രത്യേക മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അതൊക്കെ വളച്ചൊടിക്കുന്നു. കൊച്ചിയിൽ NDA നേതൃ ക്യാമ്പിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ വെച്ച് 2 പാർട്ടികൾ കൂടി NDA മുന്നണിയുടെ ഭാഗമായി. മുൻ MPയും MLAയുമായ ജോർജ് കെ തോമസ് നേതൃത്വം നൽകുന്ന നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്നിവയാണ് പുതിയ ഘടകകക്ഷികൾ. അമൃത ന്യൂസ്, കൊച്ചി. ഇടതുപാളയത്ത് നിന്നും പ്രമുഖരെ കൊണ്ടുവരാൻ കരുക്കൾ നീക്കി കോൺഗ്രസ്. VS അച്യുതാനന്ദന്റെ മുൻ PA ആയിരുന്ന A സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കം നടക്കുന്നു. നടൻ പ്രേംകുമാർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചനകൾ. നടൻ ജയൻ ചേർത്തലയും കോൺഗ്രസിൽ ചേരാൻ ചർച്ചകൾ നടത്തി എന്നതാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളും അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകും. അൺഫിൽറ്റർ, നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസ്. പലരും ഇടതുമാറി വലത്തേക്ക് തിരിയുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മത്സരിച്ച് തോൽക്കുന്നവരെ മറ്റു പദവികളിലേക്ക് പരിഗണിക്കില്ല എന്നാണ് KC വേണുഗോപാലും പറഞ്ഞു വെക്കുന്നത്. അൺഫിൽറ്റ്. അശ്വതി, തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിസ്മയങ്ങൾ തീർക്കാനായി തന്ത്രങ്ങളും കരുക്കളും നീക്കുകയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായി ഇടതു സഹയാത്രികരും ഇപ്പോൾ CPM-മായി അകന്നു കഴിയുകയും ചെയ്യുന്ന പ്രമുഖരെ കളത്തിലിറക്കാനാണ് നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പലരുമായി ചർച്ചകളൊക്കെ നടത്തിയിരിക്കുകയാണ്. VS അച്യുതാനന്ദന്റെ ദീർഘകാലം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന A സുരേഷ്, അദ്ദേഹം 10-11 വർഷമായി പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട് പാർട്ടിക്ക് പുറത്തായി നിൽക്കുകയാണ്. A സുരേഷിനെ മലമ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര നാളെ പാലക്കാട് വരുമ്പോൾ A സുരേഷ് ആ യാത്രയോടൊപ്പം അണിചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ മലമ്പുഴ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള ആലോചനകളും ചർച്ചകളുമൊക്കെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷനുമൊക്കെയായ ഈ പ്രേംകുമാറിനെയും കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള ചർച്ചകളും നീക്കങ്ങളുമൊക്കെ നടത്തിയിരിക്കുകയാണ്. KC വേണുഗോപാൽ അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് സ്ഥാനാർത്ഥിയാകാനാണ് പ്രേംകുമാറിന്റെ നീക്കം. അദ്ദേഹം ഏറെക്കുറെ കഴക്കൂട്ടത്ത് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ കോട്ടയത്ത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കാര്യങ്ങളിൽ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നടനായിരിക്കുന്ന ജയൻ ചേർത്തലയും കോൺഗ്രസിലേക്ക്, അദ്ദേഹം CPI-കാരനാണ്, ഇടതു അനുഭാവിയാണ്. അദ്ദേഹവും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരാനുള്ള ഒരു നീക്കമൊക്കെ നടത്തുകയാണ്. അവിടെയും KC വേണുഗോപാൽ ഇടപെട്ട് ചർച്ചകളൊക്കെ നടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇടതുപാളയത്ത് നിൽക്കുന്നവരെയൊക്കെ പ്രമുഖരെയൊക്കെ തേടി UDF അത്തരത്തിലുള്ള തന്ത്രങ്ങൾ നിറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമെന്ന് രമേശ് ചെന്നിത്തല, തെരഞ്ഞെടുപ്പ് സമിതി കൺവീനർ രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ നടന്നിരുന്നു. ആ യോഗത്തിൽ സ്ഥാനാർത്ഥികളാകാൻ വലിയ മത്സരമാണ് നടക്കുന്നത് പാർട്ടിക്കുള്ളിൽ. അപ്പോൾ അതിന് കർശനമായ നിർദ്ദേശവും നിലപാടും ഇപ്പോൾ KC വേണുഗോപാൽ എടുത്തിരിക്കുകയാണ്. ആ യോഗത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഈ മത്സരത്തിനൊടുവിൽ കടുത്ത പിടിവാശിയോടുകൂടി മത്സരിച്ച് തോൽക്കുകയാണെങ്കിൽ അവർക്ക് ആർക്കും പിന്നെ പാർട്ടിയിൽ ഒരു അംഗത്വം നൽകുകയില്ല, അതായത് പാർട്ടിയിൽ ഒരു പദവി നൽകുകയില്ല എന്ന്. അതായത് UDF അധികാരത്തിൽ വന്നാലും MLA മത്സരിച്ച് തോൽക്കുന്നവർക്ക് പിന്നീട് UDF-ന്റെ ഒരു സർക്കാരിലായാലും തന്നെ പാർട്ടിയിലായാലും പ്രധാനപ്പെട്ട പദവികളൊന്നും നൽകുകയില്ല. അത് മനസ്സിൽ കണ്ടുവേണം ഈ വാശിയായി തെരഞ്ഞെടുപ്പിൽ രംഗത്ത് കളത്തിലിറങ്ങാനായി വാശി പിടിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നത് എന്നൊരു മുന്നറിയിപ്പ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു കടുത്ത നിലപാട് തന്നെ കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. എന്തായാലും വളരെ നിർണായകമായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വം. അശ്വതി. ശരി, വിശദമായ വിവരങ്ങളാണ് അൺഫിൽറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും പങ്കുവച്ചത്. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്ന് KC വേണുഗോപാൽ MP. ഇടതുപക്ഷത്തിനകത്ത് നിന്ന് അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ജയൻ ചേർത്തലയുടെ കോൺഗ്രസ് പ്രവേശനം കാത്തിരുന്ന് കാണാമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുടെ മനസ്സിനകത്താണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം വേദനയുണ്ടായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദനയുണ്ടായിരിക്കുന്ന സാഹചര്യമുള്ളത്. പല ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്നവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർക്കുന്ന പാർട്ടി നേതൃത്വത്തിലായിട്ട് കുറേ ആളുകൾ ആ പാർട്ടിയിൽ നിന്നും മാറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും നല്ല രീതിയിൽ. A സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ അത് പുറത്താക്കിയത് തന്നെ. പ്രേംകുമാർ പാർട്ടി അംഗമല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.
അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി അതുകൊണ്ട് എന്താ കാര്യം? പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഞാൻ എന്താ എടുക്കാമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവുമില്ല, ഒറ്റ വിവാദവുമില്ല, ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറേ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടകര സീറ്റ് വിഷയത്തിൽ പ്രതികരിച്ച് MLA KK രമ വടകരയിൽ ആര് മത്സരിക്കുമെന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും സീറ്റ് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും KK രമ കോഴിക്കോട് പറഞ്ഞു. ചില സംഗതികൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യല ഞങ്ങൾ നിർദ്ദേശം വെച്ചിട്ടുണ്ട്, അത് അവരാലോചിച്ച് തീരുമാനിക്കും. ഒന്നും തീരുമാനിച്ചില്ല, പാർട്ടി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ അങ്ങനെയല്ല, അതൊന്നല്ല, മറിച്ച് പേര് ഇഷ്ടം പോലെയുണ്ട്. എന്നാലും അത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. കോൺഗ്രസിനെതിരായ വിമർശനം തുടരുകയാണ് മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ. കമ്മ്യൂണിസ്റ്റുകളെ വെറുക്കുന്നതിനേക്കാൾ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം വെറുക്കുന്നതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല എന്നായിരുന്നു മണിശങ്കറിന്റെ വിമർശനം. സംസ്ഥാനത്ത് പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു മണിശങ്കറിന്റെ ഇന്നലത്തെ പ്രതികരണം. അതേസമയം പ്രസ്താവനയെ സ്വാഗതം ചെയ്തും എതിർത്തും ഇടത് വലത് നേതാക്കളും രംഗത്തെത്തി. So in the presence of the chief minister, who I'm sure will be the next chief minister. വിഷൻ 2031 വികസനവും ജനാധിപത്യവും എന്ന സെമിനാറിൽ പങ്കെടുക്കവെയാണ് പിണറായി വിജയൻ തന്നെ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാകുമെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞത്. അതിനു പിന്നാലെ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലും മണിശങ്കർ അയ്യർ കോൺഗ്രസിനെ വിമർശിച്ചു. കമ്മ്യൂണിസ്റ്റുകളെ വെറുക്കുന്നതിനേക്കാൾ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം വെറുക്കുന്നതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്നായിരുന്നു മണിശങ്കറിന്റെ വിമർശനം. കമ്മ്യൂണിസ്റ്റുകാർ ഐക്യമുള്ളവരാണെന്നും 2 തവണ അധികാരത്തിൽ വന്നതായും മണിശങ്കർ അയ്യർ പറഞ്ഞു. The only time in the history of Kerala that a government has not been changed. Now please tell me who is going to vote for a party whose leaders are all at each other's throats? Do you think the people of Kerala don't know what is happening in the Congress leadership? At least Pinarai's government there is disciplined. VD സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ തന്റെ പ്രസ്താവന പിൻവലിക്കുമെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. ശശി തരൂരിനെയും KC വേണുഗോപാലിനെയും അദ്ദേഹം വിമർശിച്ചു. Can you imagine what is the condition of a party which raises a rowdy like KC Venugopal to the level of the Sardar Patel to Rahul Gandhi? That's all I need to say as an answer. അതേസമയം മണിശങ്കർ അയ്യർക്ക് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അധികാര സമയത്ത് കിട്ടാനുള്ളതെല്ലാം നേടിയെടുത്ത ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പിണറായി ഗാന്ധിയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് രമേശ് ചെന്നിത്തലയും പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. അത് ഇന്നലെ AICC കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മണിശങ്കർ അയ്യർ കോൺഗ്രസിന്റെ ഒരു കാര്യത്തിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ബന്ധപ്പെടാറില്ല, ഇടപെടാറില്ല. ഞങ്ങളുടെ ദേശീയ വക്താവ് പവൻ ഖേര തന്നെ വ്യക്തമായി പറഞ്ഞു അയാൾക്ക് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ല. അതേസമയം മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് മന്ത്രി MB രാജേഷ് രംഗത്തെത്തി. മണിശങ്കർ അയ്യർ പറഞ്ഞത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമല്ലേ. ചിന്തിക്കുന്ന മനുഷ്യര് അങ്ങനെ വിവേകത്തോടു കൂടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP അധ്യാപന ബഹിഷ്കരണ സമരം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് KGMCTA കടന്നത്. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കും. OP ബഹിഷ്കരിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നതോടെയാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക, താൽക്കാലിക കൂട്ടസ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക, മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്കും ഡോക്ടർമാർക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുക, DA കുടിശ്ശിക നൽകുക തുടങ്ങി വർഷങ്ങളായി ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം.
ഇതിനിടെ 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. എന്നാൽ സമരം തുടരുമ്പോഴും അത്യാഹിത വിഭാഗം, ലേബർ റൂം, ICU, കിടത്തി ചികിത്സ എന്നീ സേവനങ്ങൾ മുടക്കില്ല. ഫെബ്രുവരി 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കാനും KGMCTA ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന തീരുമാനത്തിലാണ് KGMCTA. ഈ അരിയർ പൂർണ്ണമായും തീർത്തു 2021-ലും 2023-ലുമായിട്ട് ഈ അരിയർ പൂർണ്ണമായും തീർത്തു നൽകുമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നിട്ട് ആ ഉറപ്പ് സർക്കാർ പിൻവലിച്ചു. ഇനി വീണ്ടും ഒരു ഉറപ്പിൻ്റെ മുകളിൽ നമുക്ക് ഈ സമരം പിൻവലിക്കാൻ സാധ്യമല്ല. നമുക്ക് കൃത്യമായ നമ്മുടെ അരിയർ നമ്മുടെ കൈകൾ കിട്ടാതെ നമുക്ക് ഈ സമരം പിൻവലിക്കാൻ സാധ്യമല്ല. കേവലം ഒരു ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ഒരു സമരം നടത്തുന്നത്. OP ബഹിഷ്കരിച്ചതോടെ രോഗികൾ വലയുകയാണ്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ KGMCTA ധർണയും നടത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. കർണാടകത്തിലെ ഹംപിയിൽ വിദേശവനിതയെയും ഹോം സ്റ്റേ ജീവനക്കാരിയായ യുവതിയെയും കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ 3 പ്രതികൾക്ക് വധശിക്ഷ. ഗംഗാവതി കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ വർഷം മാർച്ച് 8-നായിരുന്നു രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവം. ഇസ്രായേൽ സ്വദേശിനിയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയുമാണ് ബലാത്സംഗത്തിനിരയായത്. രാത്രി സനാപു തടാകത്തിന് സമീപത്ത് വാനനിരീക്ഷണത്തിനെത്തിയപ്പോഴാണ് സംഘം ആക്രമണത്തിനിരയായത്. അമേരിക്കയിൽ നിന്നുള്ള ഡാനിയൽ, മഹാരാഷ്ട്രക്കാരനായ പങ്കജ്, ഒഡീഷയിൽ നിന്നുള്ള ബിബാഷ്, ഇസ്രായേലി സ്വദേശിനി എന്നിവരുമായാണ് ഹോം സ്റ്റേ ജീവനക്കാരി കനാലിന് സമീപത്തെത്തിയത്. ബൈക്കിലെത്തിയ മൂവർ സംഘം പെട്രോളിനായി 100 രൂപ ആവശ്യപ്പെട്ടു. പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ പുരുഷന്മാരെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട ശേഷം 2 യുവതികളെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. കനാലിൽ വീണ ഒഡീഷ സ്വദേശി പിന്നീട് മരണപ്പെടുകയും ചെയ്തു. പ്രദേശവാസികളായ മല്ലേഷ്, സായികുമാർ, ശരവണ ബസവരാജ് എന്നിവർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത്. കൊലപാതകം, കൂട്ടബലാത്സംഗം, കൊലപാതക ശ്രമം, കവർച്ച തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. സംഭവം നടന്ന സനാപു തടാകത്തിന് സമീപത്തുള്ള ദുർഗമ്മ ക്ഷേത്രത്തിന് മുന്നിലെ CCTVകളിൽ നിന്നാണ് പോലീസിന് നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചത്. സംഭവം വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാവുകയും പൈതൃക മേഖലകളിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. കായിക വാർത്തകൾ നോക്കാം. 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച ശ്രീലങ്ക 8 വിക്കറ്റിനാണ് ശ്രീലങ്ക തകർത്തത്. 182 റൺസ് വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ശ്രീലങ്ക 12 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. നിസംഗയുടെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ലങ്കയുടെ ജയം. ഓസ്ട്രേലിയയുടെ 2ാമത്തെ തോൽവിയാണിത്. ജയത്തോടെ ശ്രീലങ്ക സൂപ്പർ 8-ൽ കടന്നു. മറ്റൊരു മത്സരത്തിൽ ഇറ്റലിയെ ഇംഗ്ലണ്ടും UAE അഫ്ഗാനിസ്ഥാനും പരാജയപ്പെടുത്തി. മറ്റു വാർത്തകൾ നോക്കാം. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക സേനാഭ്യാസം ശക്തമാക്കുകയാണ്. 24 മണിക്കൂർ ദൗത്യവുമായി സെൻട്രൽ കമാൻഡ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഭീഷണിയെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ. അമേരിക്കയുടെ പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ ഗൾഫ് മേഖലയിൽ തുടരുകയാണ്. ഇതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിനിടെ ഇറാൻ US ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അരാക്ചി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനായി അബ്ബാസ് അരാക്ചി ജനീവയിലെത്തി. വിദേശകാര്യമന്ത്രിക്കൊപ്പം ഇറാന്റെ ആണവ വിദഗ്ധരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2ാം ഘട്ട ആണവ ചർച്ചകൾക്ക് തൊട്ടു മുൻപാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാൻ നേരത്തെ സഹകരണം അവസാനിപ്പിച്ചിരുന്നു. പുതിയ കൂടിക്കാഴ്ച ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വഴിത്തിരിവായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഗാസയിലും ലബനൻ സിറിയ അതിർത്തിയിലും ഇസ്രായേൽ വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണം. ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥതയിലുണ്ടായ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസ മുനമ്പിലുടനീളം ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം.
ഹമാസ് ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിൽ തകർന്ന പ്രദേശം പുനർനിർമ്മിക്കുന്നതിന് ബോർഡ് ഓഫ് പീസ് $5 ബില്യൺ നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഖാലിദ് മുഹമ്മദ് അൽ അഹമ്മദ് എന്ന സിറിയൻ പൗരനാണെന്നാണ് ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം. ലെബനിലെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കഴിഞ്ഞ 10 വർഷം അടിസ്ഥാന സൗകര്യ വികസനം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറാൻ കഴിഞ്ഞത് കിഫ്ബി വഴിയുള്ള ഫണ്ടിങ്ങിലൂടെയാണെന്ന് മന്ത്രി GR അനിൽ. കേന്ദ്ര സർക്കാരിന്റെ പ്രയാസപ്പെടുത്തുന്ന സാമ്പത്തിക നിലപാടുകൾക്കിടയിലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ പലതും നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിംഗ് കിഫ്ബി വഴിയാണ് യാഥാർത്ഥ്യമാക്കിയതെന്നും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും വിപുലമാക്കാനും നമുക്ക് സാധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബഡ്ജറ്റിലൂടെ അനുവദിക്കുന്ന തുക പരിമിതമായതുകൊണ്ട് തന്നെ മേജർ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു. ഈ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ പലതും, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ദേശീയപാതയുടെ വികസനം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വാട്ടർ മെട്രോ, ഇങ്ങനെ തുടങ്ങി തുരങ്കപാത, ഇങ്ങനെ തുടങ്ങി നിരവധി കേരളത്തിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റമുള്ള ജനങ്ങളുടെ പൊതു താല്പര്യമനുസൃതമായ പദ്ധതികൾ ഭാവി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഈ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കോടാനുകോടി രൂപയുടെ ആവശ്യമാണ് വന്നത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ് കിബിയിലൂടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഈ പദ്ധതികൾ ഇന്ന് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. വിമർശനങ്ങൾ എന്തെല്ലാം പറയുമ്പോഴും ഇത്രയേറെ അടിസ്ഥാന സൗകര്യ വികസനം, അതിലൂടെ ഉണ്ടാക്കുന്ന വലിയ സാമ്പത്തിക നേട്ടം, വലിയ പുരോഗതി, ആ ഭാഗം നമ്മൾ കാണാതിരുന്നാലോ? യാതൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് വിമർശനങ്ങളൊന്നുമേ ഉണ്ടാകില്ല. എന്നാൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണ്. അതിൽ വസ്തുതയുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത്തരം പ്രവർത്തികൾ നമ്മുടെ നാടിന് എത്ര ഗുണം ചെയ്തു എന്ന നില എടുക്കുമ്പോഴാണ് കിബി ഫണ്ടിലൂടെ നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്, പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ. ഇപ്പം വയനാട് തുരങ്കപാത, 3 മണ്ഡലത്തിൽ 2 മണ്ഡലവും പ്രതിപക്ഷമല്ലേ? ആ പ്രതിപക്ഷം നോക്കിയിട്ടല്ലല്ലോ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണണം. ദേശീയപാത, മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ആ ദേശീയപാത നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ കഴിയുന്നത്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും മലപ്പുറത്തൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പദ്ധതികൾ ജനങ്ങൾക്ക് കേരളത്തെ ഒരു യൂണിറ്റാക്കി കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് ഭാവനാപൂർവമായി തയ്യാറാക്കിയത്. അതിൻ്റെ വിമർശനങ്ങളുടെ പോർഷൻ എന്താണെന്നോ അത് ഉൾക്കൊള്ളാൻ, ആ വിമർശനങ്ങൾ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ എപ്പോഴും ഗവൺമെൻറ് തയ്യാറാണ് എന്നുള്ളതാണ് സത്യം.